Good morning, students. നമ്മുടെ സബ്ജക്റ്റാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. നിങ്ങളിത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലും അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റിലും ബിസിനസ് മാനേജ്മെൻറ്റിലും പഠിച്ചതാണ്. അതിൻ്റെ ഒരു ബാലൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് എന്താ പറയുക ബൈ ഹാർട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇൻ ഫ്രണ്ട് ഓഫ് യു. ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് ദി സ്റ്റഡി ഓഫ്, ഇറ്റ് ഈസ് എ സ്റ്റഡി. Organization behavior, OB is the study of human behavior in organizational setup. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആയാൽ there must be some human beings ഉണ്ടായിരിക്കില്ലേ. The interface between human behavior and the organization itself. അതായത് ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടായിരിക്കും. ഒരു ഓർഗനൈസേഷനിൽ എത്ര അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിച്ചാലും അവിടെ എന്തുണ്ടായിരിക്കും, ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് മീൻസ് ഒരു ഓർഗനൈസേഷന് ഉള്ളിൽ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ് എന്ത് പറയുന്നത്, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് ഇന്റർഫേസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ ബിഹേവിയറും എങ്ങനെയാണ് ആൻഡ് ദി ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്. അതായത് ഓർഗനൈസേഷനോടുള്ള ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ്, എംപ്ലോയീസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മാത്രം ഇയാളുടെ ബിഹേവിയർ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഒരു എംപ്ലോയിൻ്റെ ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു എംപ്ലോയീൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഗ്രൂപ്പ് ആകുമ്പോൾ ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ, അതൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇറ്റ്സ് നോൺ ആസ് OB എന്നാണ് ഈ സബ്ജക്റ്റ് പറയുക. അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ദി സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചലഞ്ചിങ് ടൂൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഇൻ ടീംസ്. അതായത് ഇൻഡിവിജ്വൽസ് ആയിട്ടും അതുപോലെ ഗ്രൂപ്പായിട്ടും വർക്കിംഗ് പീപ്പിൾ ഇൻ എ ടീം. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഇൻഡിവിജ്വൽസിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരിക്കും, ഗ്രൂപ്പായിട്ട് നമ്മൾ പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം ഒരു ടീം എന്ന് പറയുമ്പോൾ അതിലൊരു ലീഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ഇൻഡിവിജ്വൽ ആയിരിക്കും, കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. ദെൻ ആ ഒരു ടീം വേറെ അവിടെ ഉണ്ടായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ ടീമായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും ബിഹേവ് ചെയ്യുന്നത് നമ്മളെങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അതൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ദി സ്റ്റഡി ബിക്കം മോർ ചലഞ്ചിങ് വെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഇൻറ്ററാക്ട്. വളരെ ചലഞ്ചിങ് ആണ് ഇത് പഠിക്കുക എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. ദി സ്റ്റഡി ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ റിലേറ്റഡ് ടു എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇറ്റ്സ് റിലേറ്റഡ് ടു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി പഠിക്കുന്നത്, ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ആക്ച്വലി പഠിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ എങ്ങനെയാണ്. നോ ടു ഇൻഡിവിജ്വൽസ് ആർ ലൈക്ലി ടു ബിഹേവ് ഇൻ സെയിം മാനർ ഇൻ എ പർട്ടിക്കുലർ വർക്ക് സിറ്റുവേഷൻ. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ രണ്ട് ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, സെയിം ആയിട്ടായിരിക്കില്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. നമുക്കറിയാം നിങ്ങളുടെ ക്ലാസ്സിൽ 10 പേരുടെ ബിഹേവിയറും ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദി predictability of manager about the expected behavior of a individual. There are no absolute in behavior. Human behavior ഒരു absolute ഒരു കൃത്യത ഉണ്ടായിരിക്കില്ല, അല്ലെ. എപ്പോഴും ചേഞ്ചസ് വരും അല്ലെ. നമുക്കറിയാം നമ്മുടെ കയ്യിലൊരു മുട്ടുസൂചി കുത്തിയാൽ അപ്പോഴത്തെ നമ്മുടെ ബിഹേവിയർ അല്ലെ, നമ്മുടെ കാലിൽ നമ്മളൊരു ഇൻസിഡൻറ്റ് കാണുമ്പോഴത്തെ ബിഹേവിയർ നമ്മൾ ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ. നിങ്ങൾ കോളേജിൽ എങ്ങനെയാണ് അത് ബിഹേവിയർ ആയിരിക്കില്ല, നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഉമ്മാൻ്റെ അടുത്തുള്ള ഒരു ബിഹേവിയർ ആയിരിക്കില്ല ഇപ്പാൻ്റെ അടുത്തുള്ളത് അല്ലെ, റിലേറ്റീവ്സിൻ്റെ അടുത്ത് അല്ലെ, ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ദി ഹ്യൂമൻ factor that is contributory to the productivity and the study of human behavior. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ബിഹേവിയർ ആണ് എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഓർഗനൈസേഷനുള്ള. സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ OB എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കാണാണ്ട് പഠിക്കുകയൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, നോട്ടിലോട്ട് എഴുതുക ഇൻട്രൊഡക്ഷൻ ആക്കി. ഓക്കെ.
Next, organizational behavior can be traced its root back to Max Weber and earlier organizational study. Organizational behavior എന്ന് പറയുന്നത് ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിൻ ആയിട്ട് കടന്നു വന്നത് കുറേ വർഷങ്ങൾക്ക് ബാക്കിൽ തന്നെയാണ് മാക്സ് വെബറുടെ കാലത്ത് തന്നെയാണ്. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ എന്തുണ്ടായിട്ടുണ്ട് പീരീഡ് ഫ്രം അപ്രോക്സിമേറ്റ്ലി കണ്ടോ 1760 തന്നെ ഈ ഒരു സ്റ്റഡിയൊക്കെ വന്നിട്ടുണ്ട്. വെൻ ന്യൂ ടെക്നോളജീസ് റിസൊല്യൂട്ടഡ്, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മെക്കാനിസേഷൻ വന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ കുറിച്ചുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ഇൻക്ലൂഡിംഗ് ന്യൂ ഫോം ഓഫ് ഓർഗനൈസേഷൻ. Okay, analyzing this new organizational form, psychologist Max Weber described the bureaucracy as an ideal type of organization that rested on a rational legal principles and a mixed technological efficiency. അല്ലെ, ബ്യൂറോക്രാസി അവസാനിപ്പിച്ചുകൊണ്ട് നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ ട്രൈ ചെയ്ത ഒരു സൈക്കോളജിസ്റ്റാണ് ആരെന്ന് മാക്സ് വെബർ. അയാളുടെ കാലത്ത് തന്നെ ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതൊരു ഡിസിപ്ലിൻ ആവാൻ വേണ്ടിയിട്ട്. ഇൻ ദി 1890 ഇറ്റ് വൈ അറൈവൽ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് ടൈലറിസം എന്ന് പറഞ്ഞാൽ ടൈലറുടെ പ്രിൻസിപ്പിൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡി വാസ് ഫോമിങ് ഇൻ എ അക്കാഡമിക് ഡിസിപ്ലിൻ. ഈ ഒരു സമയത്ത് തന്നെ ഇതൊരു അക്കാഡമിക് പ്രിൻസിപ്പിൾ ആയിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം എത്രത്തോളം വർഷങ്ങൾക്ക് ബാക്കിൽ ഇതൊരു സബ്ജക്റ്റ് ആയി മാറി. അപ്പം അത്രത്തോളം ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിന് എന്താ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നൗ ഡേയ്സ് ഒന്നും അല്ല, വളരെ ബാക്കിൽ തന്നെ. Then work of scholars like Elton Mayo, Chester Bernard, Christopher Bernard, Henry Fayol, Mary Parker Palmer, Friedrich Heisenberg, Maslow, David M. Cecil, and Victor Romer contributed to the growth of organizational behavior as a discipline. നിങ്ങൾക്കറിയാം, നിങ്ങളിത് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ പഠിച്ചതാണ്. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എവിടേക്ക് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആസ് എ ഡിസിപ്ലിൻ ആയിട്ട്. ഹെർബൽസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ ഇൻട്രൊഡ്യൂസ്ഡ് എ നമ്പർ ഓഫ് important concept to the study of organization, most notably decision making. അതായത് ഹെർബർട്ട് സൈമൺ ആണ് ഏറ്റവും കൂടുതൽ ആയിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് ഇതൊരു ഡിസിപ്ലിൻ ആയിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആണ്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ